എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ രേണുസുധിയുടെ ടോപ്പിക്കിൽ നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ കുറേ അന്തം ഫാൻസ്, നിനക്കൊന്നും വേറെ പണിയില്ലടാ, രേണുസുധി അല്ലാണ്ട് വേറെ ടോപ്പിക്കില്ലടാ, കോണ്ടൻറ് ഇല്ലടാ, നീയൊക്കെ വേറെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊന്ന് കാണാം, ഇതെടുക്കുകയാണെങ്കിൽ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന കുറേ ടീമുകളുണ്ട്. ഞാൻ ഇന്നലെ ഒരു സബ്ജക്റ്റ് എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അരിമ്പൂർ 16 വയസ്സുകാരനെ 2-3 പേര് ചേർന്നിട്ട് തല്ലി ഏകദേശം വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ച ഒരു വാർത്ത. അതിനകത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് തല്ല് കണ്ടുകൊണ്ട് നിന്ന ഒരു പയ്യനെ ഉൾപ്പെടെയാണ് അറസ്റ്റ് ചെയ്തത്. തല്ലിയ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഇന്നലെയാണ് വീഡിയോ ചെയ്തത്. അത്രയും ഒരു റെലവൻ്റായ ഒരു ടോപ്പിക് ഇട്ടിട്ട് നീയൊക്കെ എത്ര പേര് ആ വീഡിയോ കണ്ടു? ഈ രേണുവിനെ പറയുമ്പോൾ പൊള്ളുന്ന കുറേ ടീമുകളുണ്ടല്ലോ, നീയൊക്കെ വേറെ ടോപ്പിക് ഇട്, വേറെ കോണ്ടൻറ് ഇട് എന്ന് പറഞ്ഞ് വരുന്ന ടീമുകളുണ്ടല്ലോ, നീയൊക്കെ എത്ര പേര് ആ വിഷയം കണ്ടു? അപ്പോൾ രേണുവിനെ കാണാനാണ് നിനക്കൊക്കെ താല്പര്യം. രേണുവിൻ്റെ വിഷയം പറഞ്ഞാൽ മാത്രമേ നീയൊക്കെ വന്നിട്ട് ഉണ്ടാക്കാൻ വരുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ രേണു തെറ്റ് ചെയ്യുവാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഉണ്ടാവും. മനസ്സിലായോ? ഇനി രേണുവിൻ്റെ വീഡിയോ ഉണ്ടാക്കലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആരും ഉണ്ടാക്കാൻ വരണ്ട. ഓക്കെ, രേണുവിൻ്റെ അന്തം ഫാൻസിനോട് ഞാൻ ഈ പറയുന്നത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു ടോപ്പിക് ഇടുമ്പോൾ ആ ടോപ്പിക് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് എന്താണ് പറയുന്നത്, അത് രേണുവിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെലവൻറ്റ് ടോപ്പിക് ആയിക്കോട്ടെ, അത്രയും സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനോ നിനക്കൊന്നും താല്പര്യമില്ല. നിനക്കൊക്കെ രേണു കുറേ ഗോസിപ്പുകൾ, ഇതൊക്കെയാണ് നിനക്കൊക്കെ താല്പര്യം. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ആൾക്കാർ അത് തന്നെ എടുക്കാൻ നിർബന്ധിതരാകുന്നത്. കാണാൻ ആളുള്ളതിനെ എടുക്കാൻ പറ്റുള്ളൂ. രേണു അവിടെ എന്ത് പറഞ്ഞു അതൊക്കെ കാണാനാണ് നിനക്കൊക്കെ താല്പര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. മനസ്സിലായില്ലേ? അല്ലാണ്ട് രേണുവിനെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധം ഞങ്ങൾക്കില്ല. പക്ഷെ നിനക്കൊക്കെ കാണാൻ ഇഷ്ടം അതാണ്. കണ്ടിട്ട് വന്നിരുന്ന് കുറ്റം പറയുകയും ചെയ്യും. രേണുവിനെ വിറ്റിലോട് അരി വാങ്ങുന്നത്, രേണുവിൻ്റെ കുറ്റം പറഞ്ഞാൽ നീയൊക്കെ ജീവിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരുന്നോട്ടെ, നിനക്കൊന്നും നഷ്ടമില്ലല്ലോ. സൗകര്യം വന്ന് കണ്ടിട്ട് പോകണം, അത്ര തന്നെ. ഈ അന്തങ്ങളോട് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ഇടുന്ന വീഡിയോകൾ കറക്റ്റ് സമയത്ത് വന്നിരുന്ന് കണ്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അവരോടെന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കാണുകയും വേണം വന്നിരുന്ന് കുറ്റം പറയുന്ന കുറേ ഞാഞ്ഞൂലുകളുണ്ട്. മനസ്സിലായോ? അവരോടാണ് ഞാനിപ്പോൾ ഈ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത്, ഞാനൊരു വീഡിയോ കണ്ടു. മീഡിയ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു വ്യക്തി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരിലേക്ക് മൈക്കും കൊണ്ട് പോയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ചിലപ്പോൾ മരണ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ ആ വ്യക്തികളെ കാണുമ്പോഴായിരിക്കാം. ശരിക്കും എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് നവാസിക്ക. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. കലാഭവൻ നവാസ് ഒരു പ്രാവശ്യം നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഞാൻ ഡബ് ചെയ്യാൻ പോയ സിനിമ, ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡബ് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു, സംസാരിച്ചു, പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വൈഫ് രഹനാത്ത അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മൂവി കാണാൻ വേണ്ടി തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് മൂവി കണ്ട് അത്രയും ഇമോഷണലായിട്ടാണ് ആ മനുഷ്യനെ അത്രമാത്രം അവർ സ്നേഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കൂടി, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കൂടി മകനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പാടിക്കൊടുത്ത പാട്ട്, വൈഫിന് പാടിക്കൊടുത്ത പാട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പാടിക്കൊടുത്ത പാട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. അപ്പോൾ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വൈഫിൻ്റെ മുന്നിലേക്ക് മൈക്കും കൊണ്ട് ചെല്ലാൻ കാണിക്കുന്ന ഒരു മനോവൈകൃതം, അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, നമ്മുടെ രേണുസുധിക്കെതിരെ വീട്ടമ്മമാർ രംഗത്തിറങ്ങി തുടങ്ങി. അപ്പോൾ അതിലൊരു വീട്ടമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാനുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ പറയുന്നത്. കാരണം ആ ഒരു സാധനം റിയാക്ട് ചെയ്തില്ലെങ്കിൽ വീട്ടമ്മമാരല്ല. എന്താ വെച്ചാൽ തോന്നിവാസം കാണിച്ചാലും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. തെറ്റ് സംഭവിച്ചപ്പോൾ അത് തിരുത്തി കൊടുത്തിട്ടും ആ തെറ്റ് ആവർത്തിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു? എന്തായാലും നമുക്ക് ഈ പറയുന്ന മീഡിയയുടെ ആ ഒരു മനോവൈകൃതം, പക്ഷേ അവരവിടെ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഹസ്ബൻഡ് മരിച്ചിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ കാണാൻ വരുന്നു. അത്രയും ഇമോഷണലായിട്ട് നിൽക്കുന്ന സമയത്ത് ചോദ്യം ചോദിക്കാൻ വേണ്ടി മീഡിയ ചെല്ലുമ്പോൾ വേണ്ട, പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ ഒരു വിതുമ്പൽ, ഒരു സങ്കടമുണ്ട്. കണ്ടിരിക്കുന്ന മനസാക്ഷിയുള്ള ഏതൊരാളുടെയും കണ്ണു നിറയും. പക്ഷെ മറ്റു ചില ആൾക്കാരുണ്ട്, ഭർത്താവിൻ്റെ മരണത്തെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ പുതിയ കല്യാണം കഴിക്കാൻ പോകണു, ഓക്കെ, നല്ല കാര്യങ്ങളാണ്. അതിങ്ങനെ ദിവസവും പാടിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവനവൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഈ പറയുന്ന ഈ മൈക്കും കൊണ്ട് പോയവൻ അവൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ട് അവിടെ ആ മൈക്ക് കൊണ്ട് അവിടുത്തെ വിശേഷങ്ങൾ എടുക്കാൻ വേണ്ടി എന്തായാലും കണ്ടു നോക്കും.
കണ്ടില്ലേ, ഇതാടോ സ്നേഹം. അല്ലാതെ നാഴേക്ക് 100 വട്ടവും ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് ഞാൻ അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മതി അവർക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവാനായിട്ട്. പിന്നെ ഈ മീഡിയക്കാരൻ അവൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയി, അവർ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ മാറി. എന്നാൽ ചില മീഡിയക്കാരുണ്ട് പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവസ്ഥ മനസ്സിലാക്കുക, സാഹചര്യം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ മൈക്കും കൊണ്ട് പോകും. കാര്യം അവർ മനുഷ്യരാണ്, അവർക്കും ഇമോഷൻസ് ഉണ്ട്. സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കാണാൻ വന്നു, അത് കണ്ടു, ആ ഇമോഷനിൽ നിൽക്കുകയാണ്. ആ ഇമോഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? ഈ മൈക്കും കൊണ്ട് ചെല്ലുമ്പോൾ എന്താ നിങ്ങൾക്ക് അവരിൽ നിന്ന് അറിയേണ്ടത്? ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിലൊക്കെ പറ്റുന്നുള്ളത്. ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെയൊക്കെ കണ്ണെന്ന് അറിയുന്നുള്ളതാണ്. അത്രമാത്രം ഇമോഷണലായിട്ടാണ് അവരോട് നിൽക്കുന്നത്. ദയവേത് അതൊന്നും ചെയ്യല്ലേ. നിങ്ങൾക്ക് ബൈറ്റുകൾ എടുക്കാൻ അവിടെ മറ്റെത്രയോ ആൾക്കാരുണ്ട്. സോ ചെയ്യരുത്, അത് ശരിയല്ല. കാരണം എല്ലാവരും രേണുസുതി അല്ല, അത് മനസ്സിലാക്കും. മൈക്ക് കാണുമ്പോൾ, മീഡിയ കാണുമ്പോൾ ഹാലിളകുന്നവരല്ല എല്ലാവരും. ഇതൊക്കെയാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. മറ്റത് വെറും അഭിനയം മാത്രമാണ്. ഇനി കുറച്ച് നാളും കൂടി ഈ അഭിനയം കാണേണ്ടി വരും. വളരെ കുറച്ച് നാളും കൂടി, അധികം നാൾ പോകത്തില്ല, കുറച്ച് നാളും കൂടി അഭിനയം കാണേണ്ടി വരും. അത് കഴിയുമ്പോൾ ആ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർ രേണുസുതിക്കെതിരെ സംസാരിച്ചു തുടങ്ങി. ശരിക്കും അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം രേണുസുതിക്ക് ഒരുപാട് അന്തം ഫാൻസുള്ള നാട്ടിൽ ഇതുപോലുള്ള സ്ത്രീകളെങ്കിലും അവർക്കെതിരെ ശബ്ദമുയർത്തുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്ത് വിഷയത്തിലാണ് ഇവർ സംസാരിക്കുന്നത്? വളരെ റെലവൻ്റായ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ വന്ന സമയത്ത് വന്ദേ മാതരം എന്ന് പറയുന്നതിന് പകരം വന്ദേ ഭാരതം എന്ന് പറഞ്ഞു. വന്ദേ ഭാരത് എന്ന് പറഞ്ഞു. അതിനെ മീഡിയക്കാരൻ തിരുത്തുന്നുണ്ട്, തെറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഈ വന്ദേ മാതരം, വന്ദേ ഭാരതം എന്നൊക്കെ വാക്കുകളുണ്ടല്ലോ. പക്ഷേ ഓരോന്നും ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളും സ്ഥാനങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കാതെ എവിടെയെങ്കിലുമൊക്കെ അസ്ഥാനത്ത് കൊണ്ട് വയ്ക്കേണ്ട സാധനമല്ലത്. മനസ്സിലായോ? വന്ദേ മാതരം പറയുന്നിടത്ത് വന്ദേ മാതരം തന്നെ പറയണം, വന്ദേ ഭാരതം പറയുന്നിടത്ത് വന്ദേ ഭാരതം പറയണം. ഇത് ആ മീഡിയക്കാരൻ തിരുത്തിയിട്ടും ഞാൻ പറഞ്ഞതാണ് ശരി, തെറ്റ് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റിക്ക് തെറ്റ് അംഗീകരിക്കാൻ പറ്റത്തില്ല. തെറ്റ് അംഗീകരിച്ചാൽ പിന്നെ സെലിബ്രിറ്റി അല്ലാതായി പോവില്ലേ. അതുകൊണ്ട് തെറ്റ് തിരുത്തുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ഈ അഹങ്കാരം അറ്റ് ദ പീക്ക് എന്നൊക്കെ പറയും. പലപ്പോഴും ഒരു വ്യക്തിയെയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വിമർശിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരു ഭാരതീയൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ, ദേശത്തെ സ്നേഹിക്കുന്ന ഒരു ദേശസ്നേഹി എന്ന നിലയിൽ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് സഹതാപവും പുച്ഛവുമാണ് തോന്നുന്നത്. ഇങ്ങനെ എന്തിനാണ് ഈ വിവരക്കേടുകൾ സ്ത്രീ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോവുകയാണ്. റിയാക്ട് ചെയ്യാത്തവരെ പോലും ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് പല യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ബ്ലോഗേഴ്സും ഇവരെ പറ്റി മോശമായിട്ട് പറയുമ്പോഴും കണ്ടില്ല, സ്ക്രോൾ ചെയ്ത് പോവുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തതും തെറി പറയണമെന്നുണ്ട്, പക്ഷെ പറയാതിരിക്കുകയാണെങ്കിൽ മാക്സിമം ആയി ഈ സ്ത്രീയുടെ ഈ അവസ്ഥ. ഇത് വിവരക്കേടിൻ്റെ അങ്ങേയറ്റമായി, അല്ലെങ്കിൽ വല്ല മെൻ്റൽ പ്രോബ്ലം ഉണ്ടോയെന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ ഒരു സ്ത്രീയുടെ മുന്നോട്ടുള്ള നീക്കങ്ങളും പോക്കുകളും. ഒന്നുകൊണ്ടും പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതും പൊറുക്കാൻ പറ്റാത്തതും തെറ്റ് തന്നെയാണ് ഈ സ്ത്രീയുടെ വായിൽ നിന്ന് ഇപ്പോൾ വീണത്, ഈ കാണിച്ചു കൂട്ടുന്നത്. പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് അത് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുൻപ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ അത്രയും റെലവൻ്റായ ഒരു കാര്യമാണ്. കാരണം എന്തൊക്കെ തന്നെ തെറ്റുകൾ ചെയ്താലും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാലും രേണുസുതിയെ താങ്ങുന്ന കുറേ ടീമുകളുണ്ട്. അവൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെന്നേ, അതിന് ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്, മീഡിയയുടെ മുന്നിൽ വന്നിട്ട് മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തോന്നിയവാസം പോലെയൊക്കെ. കഴിഞ്ഞ ദിവസം കണ്ടു, വീടിൻ്റെ മുന്നിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവരുടെ വീടാണോ അതോ വേറെ ആരുടെയും വീടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആരോ ചോദിച്ചു, എന്താ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്, കല്യാണം വല്ലതും ആയോ? ആ, നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്തോളൂ, രേണുസുതിയുടെ കല്യാണമായി, കല്യാണ തലേന്ന്, നിക്കാഹിൻ്റെ തലേന്ന്. നിങ്ങൾ കെട്ടിപ്പോകുന്ന ഇവിടെ ആരാ പറഞ്ഞ കെട്ടിപ്പോണ്ടെന്ന്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക, നിങ്ങളോട് ആരാ പറഞ്ഞ നിങ്ങളത് കെട്ടിപ്പോയാൽ മതി എന്നാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കെട്ടിപ്പോകാൻ വേണ്ടിയാണ്.
അങ്ങനെയെങ്കിലും ആ സുധി എന്നുള്ള മനുഷ്യന് ഒരു സമാധാനം കിട്ടുമല്ലോ. പിന്നെ സുധി എന്ന് പറഞ്ഞ് നടക്കത്തില്ല. എന്തായാലും ഇനി ഇവർ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ് അതൊന്ന് കേട്ടോ. വന്ദേ മാതരമെന്നും പറയാം, അതെ എന്നാലും പറയാം ഭാരതം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയല്ലേ, അങ്ങനെയും പറയാം. ഓക്കെ, വന്ദേ ഭാരത്, അതെ എന്നാലും പറയാം ഭാരതം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയല്ലേ, അങ്ങനെയും പറയാം. വിവരക്കേടെന്ന് പറയുന്നത് അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ജന്മം, അതാണ് രേണുസുധി. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കറിയത്തില്ല, അതൊക്കെ കരിഷ്മയാണ് നോക്കുന്നത്. ജനിച്ചപ്പോഴേ കരിഷ്മ കൊണ്ടാണല്ലോ മോൾ വന്നത്, അത് വേറൊരു കഥ. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിയാം, 7 ആണോ 8 ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്ത് കണ്ട് മതിമറക്കും എന്നുള്ള അറിയത്തില്ല, എന്ത് കണ്ടിട്ട് മതിമറക്കുന്നത്. പറയുമ്പം കുറ്റപ്പെടുത്തുന്നുള്ള പരാതിയും എങ്ങനെ പറയാതിരിക്കും. അൺസഹിക്കബിൾ. ഇത് കാണാതിരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചാനലിലാണ് വരുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ബ്ലോക്ക് ചെയ്ത് കളയാം. ഇത് പല ചാനലിലാണ് വരുന്നത്, ഒന്നിലല്ല. കഴിഞ്ഞ ദിവസം അവിടേക്ക് പോയ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഒരു ചാനലോ 2 ചാനലോ അല്ല അവിടെ കാത്തു നിൽക്കുന്നത്. ഒരു നേരം ആകുമ്പോൾ അവിടെ പോയി കാത്തു കിടക്കാൻ നിന്ന് പാതിരാത്രി ആണെങ്കിലും ബൈറ്റ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. എടോ, വേറെ എത്രയോ ആൾക്കാരുണ്ട് ഈ നാടിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുടെയൊക്കെ ബൈറ്റ് എടുത്ത് അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് എടുക്കും നിങ്ങൾ. ഇത് ഓക്കെ, ഇതൊക്കെ പറയാനുള്ളൂ. എന്തായാലും അയമക്കുള്ള ഇൻഡാസ് ചിലപ്പോൾ വീട്ടിലേക്ക് എത്തും. കേസൊക്കെ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വാക്ക് വിത്ത് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പുള്ളിക്കാരൻ കേസ് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട്. സോ കേസൊക്കെ വരുമെന്ന് തോന്നുന്നു. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും വീട്ടമ്മമാർ രേണുസുധിക്കെതിരെ ആയി തുടങ്ങിയിട്ടുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്, അത്രമാത്രം അൺസഹിക്കബിൾ ആയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പരിധിയില്ലേ, ഇത് പരിധി കഴിഞ്ഞ് പോയി തുടങ്ങി. എങ്ങനെയാണ് ആൾക്കാർ സഹിക്കുക? മൊബൈൽ തുറക്കാൻ പറ്റുന്നില്ല. മൊബൈൽ തുറന്നാൽ രേണുസുധി മാത്രമേ ഉള്ളൂ, ഏത് ചാനൽ എടുത്താലും. സ്ക്രോൾ ചെയ്ത് ആൾക്കാരുടെ കൈ തേഞ്ഞു തുടങ്ങി. ഇതാണ് അവസ്ഥ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എന്താ അഭിപ്രായം പറയാനല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.